ഹലോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തോട്ട് നോക്കി കണ്ണും വീഴ്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റംസാനെ നോക്കിയിരിക്കുകയാണ്. ഇന്ന് പള്ളിയിൽ മൗലൂദ് ലാസ്റ്റ് ദിവസമായിരുന്നു. അങ്ങനെ ചോറ് കിട്ടും. അങ്ങനെ എൻ്റെ റംസാൻ അത് വാങ്ങാൻ പോയിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, അപ്പുറത്തെ വീട്ടിലെ അവൻ്റെ ഈത്തച്ചിയും കൂട്ടിയാണ് പോയേക്കുന്നത്. അങ്ങനെ ചോറൊക്കെ ഉടനെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ എന്താ, പ്ലേറ്റിലാക്കുക, വയറ്റിലാക്കുക, ഇതൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഉടനെ അങ്ങ് കഴിച്ചേക്കുക. നല്ല കിടിലൻ മണമാണ്, പറയുമ്പോഴേ വെള്ളം വരുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ആദ്യം റംസാൻ ഇനം കൊടുക്കണ്ടേ, കാരണം അവനല്ലേ കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് പോയി വാങ്ങിച്ചുകൊണ്ടുവന്നു. അപാര വെയിലും ചൂടുമാണ്. അങ്ങനെ അവന് തന്നെ ആദ്യം കൊടുത്ത് ഞാൻ എൻ്റെ റിതാൻ കുട്ടന് ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദാണ്ട്രാ ഒരു സാധനം എടുത്ത് എൻ്റെ കയ്യിൽ തരണം. ഞാൻ ആദ്യം വിചാരിച്ചിനി ചോറിൽ കിടന്ന് എന്തെങ്കിലും ആയിരിക്കുന്നു. നോക്കിയപ്പോഴും പല്ല്, അവൻ്റെ വായിലൊരു പല്ല് ആടി ഇരിപ്പുണ്ടായിരുന്നു. സംഭവം ചോറ് കഴിച്ചപ്പോഴത്തേക്കും ഇളകി. അണ്ടിപ്പരിപ്പാണെന്ന് പറഞ്ഞ് തിന്നാതെ കയ്യിലെടുത്ത് തന്നത് എന്തോ ഒരു ഭാഗ്യം. എടുത്ത് തന്നിട്ട് നമ്മൾ ഈ പല്ല് പിന്നെ ഇങ്ങനെ കളയുമല്ലോ, നല്ല പല്ല്, അഴുക്കപ്പല്ല് പോകുമെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ കളയാൻ സമ്മതിക്കില്ല. ഇവിടെ കിടന്ന് കരച്ചിലും ബഹളവും. എൻ്റെ പല്ല് പാവമല്ലേ അമ്മ, ഞാൻ കയ്യിൽ വെച്ചേക്കാന്ന് പറഞ്ഞ് പല്ല് സൂക്ഷിച്ച് വെച്ചിട്ടോട് ഇത്ര നേരം അത് തന്നിട്ടില്ല. പല്ലൊക്കെ വെച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സൂക്ഷിച്ച് കൊണ്ട് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവന് എന്നെ ഭയങ്കര സംശയം, ഇനി ഈ പല്ല് എങ്ങനെ പൊടിക്കുമെന്നുള്ള കാര്യം. ഇനി ഡോക്ടറെ കാണണോ, ആശുപത്രിയിൽ പോകണോ? ഞാൻ പറഞ്ഞത് അത് സാവധാനം പൊടിച്ചോളും, നീ ഒന്നും ചെയ്യണ്ടെന്ന്. അവനോട് കുറേ നേരം കഥ പറഞ്ഞിരുന്നു. എനിക്കങ്ങ് വിശന്ന് സഹിക്കാൻ വയ്യ. അങ്ങനെ ഉടനെ ഞാൻ വന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ചിക്കനും നെയ്ച്ചോറൊക്കെ വെച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ.